ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 8 ഇഞ്ചിൻ്റെ റെസിൻ ഫ്രെയിമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം റെഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതൽ മൂവിങ് വന്നിട്ടുള്ളൊരു ഫ്രെയിമും കൂടെയാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6x4 ഇഞ്ചിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കലണ്ടേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റൊക്കെ നമുക്ക് വേണ്ട ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് വേണ്ട സൈസിൽ സ്റ്റുഡിയോ പോയിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് രണ്ട് രീതിയിൽ പ്രിൻ്റ് എടുക്കുക. ഒന്നെങ്കിൽ അത് OHP ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സായിട്ടും ചെയ്യാം. സ്റ്റിക്കേഴ്സായിട്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മളത് സ്റ്റിക്ക് ചെയ്താൽ മൂവ് ആവാതെ അവിടെ ഇരുന്നോളും. OHP ഷീറ്റ് ആകുമ്പോൾ നമ്മൾ റെസിനൊക്കെ ഒഴിക്കുമ്പോൾ അത് ഫ്ലോട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ രണ്ടും സെയിം പേർപ്പസ് തന്നെയാണ്. രണ്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കസ്റ്റമർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പിയോണി ഫ്ലവേഴ്സും പൊള്ളൻ ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഈ ലൈറ്റ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട റെസിന് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് വജ്ര എപ്പോക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റെസിനാണ്. അത് 1.5 kg റെസിനായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 60 ml ഓഫ് റെസിനാണ്. കറക്റ്റ് എത്രയെന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള റെസിന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കളറ് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ റെസിന് ഹാഫ് എമൗണ്ടിൽ 2 ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് തീമിലാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ 2 കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 30 ml ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് 2 കപ്പിൽക്കും മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 കപ്പിൽക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് പേൾ പൗഡറും അതുപോലെ തന്നെ റെസിൻ പിഗ്മെൻറ്റും ആണ്. പിന്നെ മൈക്ക പൗഡറും. പേൾ പൗഡറും മൈക്ക പൗഡറും ഏകദേശം സിമിലറാണ്. പേൾ ഒന്നും കൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് തരും. ഇനി ഞാനിതിൽ വൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് പേൾ പൗഡറും അതുപോലെ തന്നെ വൈറ്റ് റെസിൻ പിഗ്മെൻറ്റും ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ കിട്ടും. ഇത് ഒരു 6 കളറിൻ്റെ സെറ്റാണ്. ഇത് മൈക്ക പൗഡറാണ്. ഇപ്പോൾ റെഡായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്ക പൗഡറും പിന്നെ കുറച്ച് ആക്രിലിക് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആക്രിലിക് കളർ നോർമലി റെസിനിൽ അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും റെസിൻ പിഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റെസിൻ പിഗ്മെൻറ്റ് യൂസ് ചെയ്താലാണ് ആ ഒരു റെസിൻക്ക് കളറ് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വൈറ്റാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. ഒരുപാട് കൂടുതലൊന്നുമില്ല, ഒരു കുറച്ച് എമൗണ്ട് കൂടുതലെടുത്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് അത് ബ്ലെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് റെഡ് ബ്ലെൻഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഈ മോൾഡിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ടേപ്പ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ റെസിൻ ഒഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ബബിൾ ബസ്റ്റർ ഐസോ പ്രൊഫൈൽ സ്പ്രേ എന്നാണ് ഇതിന് പറയാം. എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഹാഫ് പോർഷനിൽ റെഡ് റെസിനും ബാക്കി വരുന്ന പകുതി വൈറ്റ് റെസിനും ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. റെസിന് മിക്സ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് 20 ml ഹാർഡ്നറും അതുപോലെ തന്നെ 40 ml അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി റെസിനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന റെസിന് 2:1 റേഷ്യോയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തത്. അതായത് നമ്മൾ എടുക്കുന്ന ഹാർഡ്നറിൻ്റെ ഡബിൾ പോർഷന് റെസിൻ എടുക്കണം. എന്നിട്ടത് ഭയങ്കര സ്ലോ ആയിട്ട് ഒരു 3 minutes മിക്സ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇനി ബബിൾ ബസ്റ്റർ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കാൻ വെക്കുകയാണ് 24 hours. 24 hours വെച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫെയറി ലൈറ്റ്സ് ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ സ്റ്റിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫെയറി ലൈറ്റ്സ് നമ്മൾ ഈ ഒരു മോൾഡിൻ്റെ ചുറ്റോറും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു
സർക്കിളിൻ്റെ ഏകദേശം കിട്ടും. അതിൽ ചെറുതാക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഫ്രെയിമിൽ ഫിറ്റാവുന്ന രീതിയിലുള്ള സർക്കിളാക്കി എടുത്തിട്ട് അതിലേക്ക് ബാക്കി വരുന്ന ഫെയറിംഗ് ലെഗ്സിൻ്റെ വയറൊക്കെ കൂടെ ട്വിസ്റ്റ് ചെയ്തിട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള ടാക്കി ടാപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഫൈനലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ടാക്കി ടാപ്പൊക്കെ റിമൂവ് ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ കറക്റ്റ് ഫിറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അവർ ഡിസൈനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് അടുത്ത പ്രോസസ്സ് ചെയ്യുള്ളൂ. ഇനി ഇതുപോലത്തെ ഗ്ലിറ്റേഴ്സ് റെഡും അതുപോലെ തന്നെ സിൽവർ ഗ്ലിറ്റേഴ്സും ഇതിൻ്റെ എഡ്ജസിൽ ഒട്ടിക്കുന്നുണ്ട്. അതും ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മോൾഡുമേ ഫ്ലെക്സ് ക്യൂക്ക് ആവരുത്. ആയാൽ ഈ റെസിനും അതുപോലെ തന്നെ മോൾഡും കൂടെ സ്റ്റിക്കായി പോകും. അപ്പോൾ അതൊരു ക്രാക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ഇതുപോലെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിക്കേഴ്സ് ആകുമ്പോൾ ഒന്നും കൂടെ കൺവീനിയൻ്റ് ആണ്. കാരണം നമ്മൾ പ്ലേസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ അത് നിന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവായി കളിക്കും. ഇനി ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ വരാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ്സ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വയറ് കുറച്ച് ബാലൻസ് വെച്ചിട്ട് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ലൈറ്റിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ ഫ്രെയിമിൻ്റെ ബാക്കിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വയർ അവിടെ എക്സ്ട്രാ വേണം. ഇനി ഇതിൽ ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്തിട്ട് റെസിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 100 ml റെസിൻ ആൻഡ് ഹാർഡ്നർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഭയങ്കര സ്ലോ ആയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. ഇതുപോലെ എഡ്ജസിലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് ഓവർഫ്ലോ ആവാതെ വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഈ ഗ്ലിറ്റേഴ്സ് വേണമെങ്കിൽ നോർമൽ ഗ്ലൂ യൂസ് ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ചില കേസിൽ അത് ഈ റെസിൻ ഒഴിക്കുമ്പോൾ മൂവായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ഇത് കുറച്ച് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം, കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ ഇതുപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് 24 hours വെച്ചിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലിഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ഡസ്റ്റ് ഒന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു കോട്ട് റെസിനും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. എപ്പോഴും വർക്ക് ഭയങ്കര ഫിനിഷിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോമിങ് ചെയ്തെടുത്താൽ മതി. ഡോമിങ് എന്ന് പറയുമ്പോൾ ഒരു 10 or 20 ml റെസിന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ളൊരു ഫിനിഷ് നമുക്ക് കിട്ടും. ഇനി ഈ ഫ്രെയിമൊക്കെ ഈ ഒരു സെയിം പാറ്റേണിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് അതിലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും കോഡ്സൊക്കെ ചേഞ്ച് ആക്കും. പിന്നെ ഇതിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിനനുസരിച്ചാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.